ബഡ്ജറ്റിലെ മറ്റൊരു സുപ്രധാനമായ നടപടിയാണ് രണ്ടാം ഭൂപരിഷ്കരണം എന്നത്. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും. ഈ നയം കേരളത്തിൻ്റെ സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും. സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമികൾ, അത് സർക്കാർ ഉടമസ്ഥതയിലുള്ളതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വീണ്ടെടുത്ത് അത് വ്യവസായങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി നൽകുക എന്ന പുതിയൊരു പദ്ധതി വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് പിന്നെ ഒരു വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും ഈ ഭൂമിയുടെ വിനിയോഗമെന്നും ഭൂപരിഷ്കരണ നിയമത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നതിലും ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഭൂമി പതിച്ചു നൽകുന്നത് കോർപ്പറേറ്റുകൾക്ക് ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴിയായി മാറാൻ സാധ്യതയുണ്ടോ എന്ന നിരീക്ഷണങ്ങളും ഇടത് ഹാൻഡിലുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നീട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും മറ്റ് തണ്ണീർത്തടങ്ങളെയും ഇതിന് കീഴിൽപ്പെടുത്തിക്കൊണ്ട് അവിടെ കൂടുതൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചേക്കാവുന്ന ഒരു നടപടിയായി രണ്ടാം ഭൂപരിഷ്കരണം മാറാനുള്ള സാധ്യതയും മുന്നിലുണ്ട്.